സാധാരണ നമ്മള് പ്രകാശത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കാത്തൊരു സാധനമാണ് വൈദ്യുതി. വൈദ്യുതി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് കറണ്ട്, അല്ല ലൈറ്റ് കത്താനൊക്കെ ഉപയോഗിക്കുന്ന കറണ്ടാണ്. അതുപോലെ മാഗ്നറ്റിസം, എന്തെങ്കിലും കാന്തിക തലം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാന്തങ്ങളാണ് ഓർമ്മ വരിക. പക്ഷെ ഈ രണ്ട് സ്വഭാവവും ലൈറ്റിന് ഉണ്ട് എന്ന് പറഞ്ഞാൽ അസീലെ ഒന്ന് ഷോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സമയം കുറവായത് കാരണം. അപ്പൊ ഒന്ന് ആയിക്കോട്ടെ, സ്പീഡിലേക്ക് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. പ്രകാശത്തിന് ഈ രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന്, അതിന് കാന്തിക സ്വഭാവമുണ്ട്. രണ്ടാമത്തത്, അതിന് വൈദ്യുതിയുടെ സ്വഭാവമുണ്ട്. യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ നമ്മൾ തരംഗ സ്വഭാവം എന്ന് പറഞ്ഞില്ല, ഇത് രണ്ടും ഉന്നതിയും താഴ്ചയും അത് വൈദ്യുതിയുടെ സ്വഭാവത്തിനുണ്ട്, അല്ലെങ്കിൽ വൈദ്യുതി മണ്ഡലത്തിനും ആ ഒരു ഉന്നതിയും താഴ്ചയുണ്ട്. അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിനും ആ ഉന്നതിയും താഴ്ചയുണ്ട്. ഇത് രണ്ടും പരസ്പരം ലംബമായിട്ടും ഉണ്ടാവാം. ഇത് നമ്മൾ സാധാരണ ഇവിടെ ഉപയോഗിക്കാന്ന് വെച്ചാൽ, നമ്മൾ ഈ 3D ക്യാമറകളില്ലേ, 3D പിക്ചറുകളും ഇതൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്ക് രണ്ട് കണ്ണട തരും അല്ലേ. അതിൽ ഓരോ രണ്ട് കണ്ണടൻ്റെയും ഒരു കണ്ണടയിൽ ഒരു പോളറൈസേഷനും മറ്റതിൽ വേറൊരു പോളറൈസേഷനാണ് ഉപയോഗിക്കുക. ആ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആ വരുന്ന വൈദ്യുത മണ്ഡലത്തെ ഒരു ലൈനിൽ മാത്രം ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ 3D സിനിമകളും വീഡിയോസും ഒക്കെ കാണാറുള്ളത്. ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് ജസ്റ്റ് അടുത്തതിലേക്ക്, ഇനി എന്താണ് യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ സ്വഭാവം എന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രകാശത്തിനെ കുറിച്ച് ആദ്യം ന്യൂട്ടൺ പറഞ്ഞത് അത് കണികകളുടെ ഒരു പ്രവാഹമാണെന്നുള്ളതാണ്. പിന്നീട് ഹൈജൻസും അതുപോലെ തോമസും ഒക്കെ അതിനെ തരംഗ സ്വഭാവമുണ്ട് എന്നും പറഞ്ഞു. പക്ഷെ ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ രണ്ട് സ്വഭാവവും ഒരേ സമയത്ത് ആർക്കുണ്ട്? ലൈറ്റിനുണ്ട്. അത് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആള് എന്ന് പറയുന്നത് ഹെൻറിച്ച് ഹേർട്സ് ആണ്. പക്ഷെ അതിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ഐൻസ്റ്റൈൻ ആണ്. 1905 ഐൻസ്റ്റൈൻ ലൈറ്റിന് ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ എഴുതണം. അതിനാണ് ഐൻസ്റ്റൈനെ നോബൽ സമ്മാനം ലഭിക്കുക. നോബൽ സമ്മാനം ഐൻസ്റ്റൈന് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ റിലേറ്റിവിറ്റിക്കോ തിയറിക്കോ എന്നല്ല, പ്രകാശം എന്താണ്, അതിൻ്റെ ഒരു സ്വഭാവം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ലൈറ്റിൽ, ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം, റെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇത് പൊട്ടാസ്യത്തിന്റെ ഒരു മെറ്റലാണ്. അതിലേക്ക് റെഡ് ലൈറ്റ് വരുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ യെല്ലോ ലൈറ്റ് വരുമ്പോൾ അവിടെ കുറച്ച് ഇലക്ട്രോണുകൾ ഇങ്ങനെ ആ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷെ അത് ദൂരത്തേക്ക് പോകുന്നില്ല. എന്നാൽ ബ്ലൂ ലൈറ്റ് വരുമ്പോൾ അതിൽ നിന്ന് തെറിച്ചു പോകുന്ന ഇലക്ട്രോണുകൾ ഇങ്ങനെ ചുറ്റിലേക്കും പറന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സംഭവമാണ് നമ്മൾ സോളാർ സെല്ലുകളിലും അതുപോലെ നമ്മളെ സോളാർ പാനലിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ലൈറ്റിലെ ബ്ലൂ ലൈറ്റ് വരുമ്പോൾ, ബ്ലൂ ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. അതിൻ്റെ ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് അതിന് എനർജി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇലക്ട്രോണുകളെ ഈ മെറ്റലുകളിൽ നിന്നും ഇജക്റ്റ് ചെയ്യാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് ഒരു പാർട്ടിക്കിളാണ്. ഒരു പാർട്ടിക്കിളിനെ എങ്ങനെയാണ് ഒരു തരംഗത്തിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതും മറ്റുമൊക്കെ 20ാം നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്ത് ശാസ്ത്രലോകത്തുണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങളായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം മറുപടി ആയിക്കൊണ്ട് അവസാനം സയൻസ് പറയുന്നത് പ്രകാശത്തിന് ഒരേ സമയത്ത് തരംഗത്തിൻ്റെയും അതുപോലെ തന്നെ കണികകളുടെയും സ്വഭാവമുണ്ട് എന്നുള്ളതാണ്. ഇനി പ്രകാശം, നമ്മൾ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്കിവിടെ അടിയിലൊരു ഒരു സ്പെക്ട്രം കാണുന്നില്ലേ? അതിന് ഇത്രയും സ്ഥലത്തുള്ള പ്രകാശം മാത്രമേ മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ അർത്ഥം അത് മാത്രമാണ് പ്രകാശം എന്നുള്ളതല്ല. അതല്ലാത്ത പ്രകാശവും നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത്തിലുമുള്ള പ്രകാശം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശത്തിന് നമ്മൾ റേഡിയോ വേവ്സ് എന്ന് പറയും. മറ്റൊന്നിന് അതിൽ കുറച്ച് കുറവുള്ളതിന് മൈക്രോവേവ് എന്ന് പറയും. റെഡിൻ്റെ, നമ്മൾ കാണുന്ന പ്രകാശം ഉണ്ടല്ലോ റെഡ്, അതിന് തൊട്ട് മുകളിലുള്ള വേവ് ലെങ്ത് ഉള്ളതിനാണ് നമ്മൾ ഇൻഫ്രാറെഡ് എന്ന് പറയുക. പിന്നെ വിസിബിൾ ലൈറ്റ്, അതുപോലെ അൾട്രാ വയലറ്റ്, എക്സ്റേ, ഗാമാറേ, ഇത് എന്നൊക്കെ പറയുന്നത് പ്രകാശം തന്നെയാണ്. പ്രകാശത്തിന്റെ സ്വഭാവം തന്നെയാണ് അതിനുള്ളത്. പക്ഷെ അതിനെ തിരിച്ചറിയാനോ സ്വീകരിക്കാനോ നമ്മളുടെ കണ്ണുകൾക്ക് കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. റേഡിയോ വേവ്സ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. റഡാറിലും സെൽഫോണിലും, നമ്മൾ ലൈബ്രറികളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ സ്കാനറുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന റേഡിയോ വേവ്സ് ആണ്. അതുപോലെ മൈക്രോവേവ്സ് നമ്മൾ ടെലിവിഷനിലും മൈക്രോവേവ് ഓവനിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്, നമ്മൾ സമയമില്ലാത്തതാണ്. ഇൻഫ്രാറെഡ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഇല്ലേ, നമ്മൾ AC ഓൺ ആക്കാൻ, നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഉള്ള റിമോട്ടുകൾ, സെൻസറുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റുകളാണ്. അതുപോലെ വിസിബിൾ ലൈറ്റാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ എന്ന് പറയുന്നത്. അൾട്രാ വയലറ്റ് ലൈറ്റുകൾ നമ്മൾ ഇപ്പോൾ ഫിൽറ്ററുകളൊക്കെ പുറത്ത്, നമ്മൾ കേരളത്തിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, പുറത്ത് ഉള്ള സ്ഥലത്തൊക്കെ നമ്മൾ
വെള്ളത്തിന് ശുദ്ധീകരിക്കാൻ വേണ്ടി അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കാറുണ്ട്. എക്സ്റേ നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുള്ള നമ്മൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഗാമാറേ, ഈ ഫുഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റേഡിയേറ്റ് ചെയ്യാൻ, ഭൂമിക്ക് അടിയിലൂടെ കടന്നു പോകുന്ന പൈപ്പുകളിൽ വിള്ളലുകൾ ഉണ്ടോ എന്നറിയാൻ ഇതിനൊക്കെ ഗാമാറേ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ലൈറ്റിൻ്റെ തന്നെ മറ്റ് വിവിധ രൂപങ്ങളാണ്. ഞാൻ അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ കണ്ണിന് ലൈറ്റ് സ്വീകരിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെ ശരീരത്തിന് ലൈറ്റിന് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് നമ്മളെ ശരീരം ലൈറ്റിനെ ഇജക്റ്റ് ചെയ്യുന്നത്. ഇത് പിടിച്ചെടുക്കുന്ന ക്യാമറകളാണ് IR ക്യാമറകൾ, ഇൻഫ്രാറെഡ് ക്യാമറകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ സൂര്യൻ എങ്ങനെയാണോ പ്രകാശം പുറത്തേക്ക് വിടുന്നത്, അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ താപം കാരണം നമ്മളുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ലൈറ്റിനെയാണ്, ഇൻഫ്രാറെഡ് റീജിയനിലാണ് ആ ലൈറ്റുള്ളത്. അത് പിടിച്ചെടുത്തിട്ട് പ്രവർത്തിക്കുന്ന ക്യാമറകളുണ്ട്. അതുപോലെ അവസാനമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ലൈറ്റ്, നമ്മൾക്ക് നക്ഷത്രങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഭൂതകാലത്തിലേക്കുള്ള, നമ്മളുടെ പാസ്റ്റിലേക്ക് തുറന്നു വെച്ചിട്ടുള്ള ഒരു ടെലസ്കോപ്പാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിൻ്റെയും ചിത്രങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന പ്രകാശം എന്ന് പറയുന്നത് 1.3 സെക്കൻഡ്സ് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള, അതിൽ നിങ്ങൾക്ക് കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന പ്രകാശം എന്ന് പറയുന്നത് 440 വർഷം മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അഥവാ 1586 ആ നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന പ്രകാശത്തെ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അത്രയും വിദൂരതയിലാണ് ആ നക്ഷത്രങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രകാശമല്ല, എന്നോ വേറെ ഏതോ നക്ഷത്രങ്ങളിൽ നിന്ന് വന്ന പ്രകാശത്തെ നമ്മൾക്ക് ഒരു അർദ്ധരാത്രിയിൽ ആകാശത്തേക്ക് കണ്ണും നോക്കിയിരുന്നാൽ കാണാൻ വേണ്ടി സാധിക്കും. അതായത് നേരത്തെ പറഞ്ഞ 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ സഞ്ചരിക്കും അല്ലെ? ആ അപ്പൊ അതായത് പ്രകാശം സഞ്ചരിക്കുന്ന ഒരു ദൂരം അല്ലെങ്കിൽ വേഗതയാണ് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഒരു മിനിറ്റിൽ എന്ത് ചെയ്യും, ഇൻറ്റു 60, ഒരു മണിക്കൂറിൽ ഇൻറ്റു പിന്നെ 60 മാറും. ഒരു ദിവസം ആകുമ്പോൾ ഇൻറ്റു 24, ഒരു വർഷം ആകുമ്പോൾ ഇൻറ്റു 365 അല്ലേ? അപ്പൊ അത് അഥവാ കണക്കൂട്ടി 9 നോക്കുക. × 10⁻⁹ അപ്പൊ ക്രോർ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആണ് സൂര്യൻ എന്ന് ഒരു പറയുന്ന പ്രകാശവർഷം എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ആണ് ഏകദേശം ഭൂമിയിലേക്കുള്ള ദൂരം. അത് അതെ, സഞ്ചരിക്കാൻ 8 മിനിറ്റ് സമയം എടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് അതെ. സെക്കൻഡിൽ 3 ലക്ഷം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 മിനിറ്റ് ആണ് സൂര്യനിൽ നിന്ന് ഇവിടെ എത്താനുള്ള ടൈം. അങ്ങനെയെങ്കിൽ 8 മിനിറ്റ് പുറപ്പെട്ട ഒരു സൂര്യപ്രകാശമാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ അത് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റ് നക്ഷത്രങ്ങള്, ഈ പ്രകാശവർഷം അപ്പുറത്തുള്ള നക്ഷത്രങ്ങളൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് ഇപ്പോ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കത്തിൽ കാണുന്ന നക്ഷത്രമാണ് സിറിയസ്. ആ സിറിയസ് എന്ന് പറയുന്നത് ഏകദേശം 8.5 പ്രകാശവർഷം അപ്പുറത്താണ്. അപ്പോൾ 8.5 പ്രകാശവർഷം അപ്പുറത്തുള്ള ഒരു നക്ഷത്രമാണ് സിറിയസ്. നമ്മൾ കാണുന്ന 8.5 വർഷം മുമ്പേ പുറപ്പെട്ടതാണ്. അതായത് 2018 അല്ലെങ്കിൽ പിന്നെ 8 വർഷം മുമ്പ് പുറപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇന്ന് പുറപ്പെട്ടത് 8 വർഷം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അപ്പൊ ഇനി ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾ അപ്പുറത്തുള്ള നക്ഷത്രങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രപഞ്ചം എത്രത്തോളം വിശാലമാണ്, എത്രത്തോളം അത്ഭുതകരമാണ് ആ പ്രപഞ്ചത്തിലെ പ്രകാശത്തിന്റെ ആ ഒരു യാത്ര എന്നുള്ളത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നുള്ള ആ ഒരു തസ്ബീഹും തഹ്ലീലും തഹ്മീദൊക്കെ വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഒന്ന് ഒരു ചാറ്റ് ചെയ്യുക. ഇപ്പൊ ആള് നിങ്ങളെ ഒരു മനസ്സിൽ ജസ്റ്റ് ഒരു കറക്ഷൻ പറഞ്ഞിരുന്നു, അത് ശരിയാണ്. വാക്കത്തിലുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് 3 ലക്ഷം കിലോമീറ്റർ, അല്ലെങ്കിൽ 2.9997 × 10⁻⁸ എന്ന് പറയുന്നത്. എയറിൽ അത് കുറച്ച് കുറവാണ്, എന്നാലും വലിയ കുറവൊന്നുമല്ല. ബാക്കി ഓക്കെ. മീഡിയത്തിലൊക്കെയാണ് അത് കുറവ്. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. സാധാരണ ഞങ്ങൾ ഇങ്ങനെ സയൻസിന്റെ ട്രെയിനിങ് സെഷനിലും മറ്റൊക്കെ പറയാറുള്ളത്, നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ല വേണ്ടത്, ഉത്തരങ്ങളെ ചോദ്യം ചെയ്യുകയാണ് വേണ്ടത്. നമ്മൾ സാധാരണ പഠിച്ചു വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ചോദ്യം ഉണ്ടാവും, അതിന് നമ്മളിങ്ങനെ ഉത്തരം പറയുന്ന ഒരു സിസ്റ്റമാണ്. അതല്ല യഥാർത്ഥത്തിലൊരു ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത്. മുൻപ് ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഉത്തരം എന്തുകൊണ്ട് ആ ഉത്തരം ശരിയാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് തെറ്റാണെന്ന് തെളിയിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖുർആൻ ഒരു അല്ലാത്ത ക്രിട്ടിക്കൽ എന്ത് നിങ്ങൾ മൈൻഡ് സെറ്റ് കേട്ടാലും, ഉണ്ടാവണം അല്ലെ? ക്രിട്ടിക്കൽ ഖുർആൻ തിങ്കിങ്. അല്ലാത്ത എന്ത് നിങ്ങൾ കേട്ടാലും അത് വിശ്വസിക്കുക എന്നുള്ള ബാധ്യത നിങ്ങൾക്കില്ല. അത് ശരിയല്ല എന്നുള്ള, ശരിയാവില്ല എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ട് വേണം അതിന് സ്വീകരിക്കാൻ. പ്രത്യേകിച്ചും AI ൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ AI ഒക്കെ വെച്ച് ഒരുപാട് ഡാറ്റകൾ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത്
നമ്മൾക്ക് ശരിയാണ് എന്ന് വിശ്വസിച്ചു പോകുന്ന അർത്ഥത്തിൽ അതിനുള്ള തെളിവുകളൊക്കെ കൊണ്ടുവരും. പക്ഷെ എന്നാലും നമ്മൾ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്വയം ആലോചിച്ച് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ സ്വീകരിക്കാവൂ എന്നുള്ളത് ഒരു ഒരു അഡ്വൈസ് ഫൈനൽ അല്ല, മെസ്സേജ് ആയിട്ട് കൊടുക്കുന്നില്ലേ? മെസ്സേജ് ഓക്കെ, ആയിട്ട് നമ്മൾ ഇന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. 10:30 ഇനി നമ്മള് അവിടെ വീണ്ടും ബാക്കിയുണ്ട്. നമ്മളെ കളർ എങ്ങനെ കാണുന്നു, നമ്മളിങ്ങനെ ഒരു ഹുക്ക് കൊടുത്തിരുന്നു. അപ്പൊ നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പച്ചയും ചുവപ്പും നീലയാണല്ലോ. പക്ഷെ ഈ ഓക്കെ. പച്ചയും ചുവപ്പും നൂലയും കൂടിച്ചേർന്ന വെള്ള ആവും നമ്മൾ എവിടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പെയിന്റ് 3 കളറും കൂട്ടിച്ചേർന്ന കറുപ്പാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കുറെ ശാസ്ത്രവും കൗതുകങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എങ്ങനെ കാണുന്നു, എങ്ങനെ കളറുകൾ തിരിച്ചറിയുന്നു, രൂപപ്പെടുന്നു. സത്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്പൊ ഒരു ഗ്രീൻ സംഭവം നിങ്ങൾ കാണുന്നുണ്ടാവും. സത്യത്തിൽ ഇത് ഗ്രീൻ തന്നെയാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു കൗതുകകരമായിട്ടുള്ള വിജ്ഞാനമാണ്. അപ്പൊ ഏതാണെങ്കിലും നമ്മുടെ പഠനയാത്ര അവസാനിക്കുന്നില്ല. തുടർന്നും നമുക്ക് കൗതുകകരമായിട്ടുള്ള പുതിയ അറിവുകളിലൂടെ നമുക്ക് യാത്ര പോകാം. ഈ വളരെ നന്നായിട്ട് ഈ വിഷയത്തെ നിങ്ങളിലേക്ക് എത്തിച്ച ഡോക്ടർ അസീലിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്നിപ്പോ ഒരു 10:30 കഴിഞ്ഞപ്പോഴാണ് കുറച്ച് ആളുകൾ കുറഞ്ഞത്. ഞാൻ ശ്രദ്ധിച്ച് തുടക്കം മുതൽ അവസാനം വരെ 220 ആളുകൾ ക്ലാസ്സിൽ ലൈവായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത്. എന്താണെങ്കിലും എല്ലാവരും കൂടുതൽ ആവേശത്തിൽ തങ്ങളുടെ പഠനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിവരങ്ങളും ഒക്കെ ഇതിലും ഉണ്ടാവാം. എന്നാൽ പോലും നമ്മൾ ആ ഒരു സംഗതി കൂടുതൽ നമ്മുടെ പഠനത്തിനും അന്വേഷണത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ ഓരോ വാക്കുകളും. തീർച്ചയായും നിങ്ങൾക്ക് ആ അർത്ഥത്തിൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കിനുള്ള ടൈമും കൂടി ജസ്റ്റ് ഒന്ന് അനുവദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് ഒന്ന് സംസാരിക്കാം. അത് പ്രകാശം ഒരു നക്ഷത്രത്തിൽ നിന്ന് കോടിക്കണക്കിന് വർഷം മുന്നേ പുറപ്പെട്ട് നമ്മൾ കാണുന്നു. പക്ഷെങ്കിൽ നമ്മളോടിപ്പം പറയല്ലോ, ഇപ്പൊ മീറ്റിയോസ് അല്ലെങ്കിൽ ഇതൊക്കെയും പിന്നെ ഉൽക്കാവർഷം ഉണ്ടാകും, ഇന്ന് രാത്രി ഉണ്ടാവും. അപ്പം അതിപ്പം നടക്കുന്നതല്ലേ. അപ്പൊ അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്? ചോദ്യം ഉൽക്കകളൊക്കെ നേരത്തെ തന്നെ അതിന്റെ പാത്തും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ കുറിച്ചാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞത്. ഉൽക്ക എന്ന് പറയുന്നത് സൗരയൂഥത്തിന്റെ അകത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് തെറിച്ചു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് സൗരയൂഥത്തിന് പുറത്ത് നിന്ന് സൗരയൂഥത്തിന്റെ അകത്തേക്ക് വന്നുപെട്ടിട്ടുള്ള കഷ്ണങ്ങളോ ഒക്കെയാണ്. അപ്പോൾ അതിന്റെ പാത്ത് നമ്മൾക്ക് വളരെ, ഇപ്പോൾ മിസൈല് ഒരു രാജ്യത്തിന്റെ മിസൈൽ വേറെ രാജ്യത്തെ തകർക്കുന്ന ആ പാത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ. അതുപോലെ ഈ ഉൽക്കകളുടെ പാത്ത് നമ്മൾക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വാൽനക്ഷത്രങ്ങളുടെ പാത്ത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ വാൽനക്ഷത്രവും നക്ഷത്രവും തമ്മിൽ ബന്ധമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ ആ ഒരു സംശയത്തിനായിരിക്കും. അത് സൗരത്തിന് അകത്തുള്ള പിന്നെ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ചില പ്രതിഭാസങ്ങളാണ്. മറ്റേതല്ല. മറ്റേത് പ്രകാശവർഷങ്ങൾക്കപ്പുറത്താണ് അതിന്റെ ലൈറ്റ് സോഴ്സ് ഉള്ളത്. ഓക്കെ. ബ്ലാക്ക് ഹോളും എല്ലാം ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവമായിരിക്കും അല്ലെ? ബ്ലാക്ക് ഹോള് നക്ഷത്രത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുന്നത്, അതെല്ലാം ബ്ലാക്ക് ഹോൾ എന്ന് ഒരു പറയുന്നത് ഡോക്യുമെന്ററി ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അൽജസീറന്റെ ഇതിന്റെയൊക്കെ ഡോക്യുമെന്ററി ഉണ്ട്. ഇബിന് ഹൈത്തമിന്റെയും ഇപ്പൊ ഈ ബ്ലാക്ക് ഹോൾസിന്റെ എല്ലാം ആയിട്ടുള്ള എല്ലാം വേണ്ടവർക്ക് അതില് സയൻസിന് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് വലിയ 4 ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ജസീറന്റെ ഉണ്ട്. കുറെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, കുറെ ഡോക്യുമെന്ററി ഉണ്ടാകും. അതിലാണ് 4 ഡോക്യുമെന്ററിയാണ് അൽ ജസീറന്റെ ആ വിഷയത്തിലുള്ളത്. അതിൽ ഒന്ന് ഇബ്നുൽ ഹൈത്തം, രണ്ടാമത്തത് അൽബിറൂണി, പിന്നെ രണ്ടാൾക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അതുകൂടി കുറച്ചുകൂടി അത് പ്രസന്റ് ചെയ്ത ആൾ തന്നെ BBC-ക്ക് വേണ്ടി സയൻസ് ആൻഡ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. കുറച്ചുകൂടി ഒന്ന് 3 പാർട്ടായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതിൻ്റെ കുറച്ച് സ്നിപ്പറ്റ്സ് മാത്രം എടുത്തിട്ടുള്ള ഒരു സാധനമാണ് അത്. പിന്നെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ അത് എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. വേറെ ഏതെങ്കിലും സമയത്ത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ സുഹേർ പറയണം, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അത് വേറൊരു ഏരിയ തന്നെയാണ്. ടെമ്പറേച്ചറും ഇന്നത്തെ സെഷനെ ബ്ലാക്ക് കുറിച്ചൊന്ന് ഹോളിനെയും മഹിഷറിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്ററിയും കൂടി ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഇല്ല, അതിനെ സിറാത്ത് കണ്ടിട്ടില്ല. പാലവും മനുഷ്യന്റെ പിന്നെ മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഇതെല്ലാം അത് തന്നെയാണ്. ബ്ലാക്ക് ഹോളും അതെല്ലാം ആയിട്ട് എന്തോ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു ഡോക്യുമെന്ററി അതിന്റെ കണ്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനത്തെ അതിലൊരു കാര്യം ഡോക്യുമെന്ററികൾ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇങ്ങനെ ഒരുപാട് പിന്നെ കമ്പാരിസങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാത്തിനെയും നമ്മൾ ഭൗതികമായ പ്രതിഭാസങ്ങളുമായിട്ട് കണക്ട് അതാണ് ഞാൻ പറയാൻ ചെയ്യണമെന്നില്ല. ഉദ്ദേശിച്ചത്. അതായത് നമ്മൾക്ക് ഔപൗതികമായിട്ടുള്ള പിന്നെ പഠിച്ചവന്റെ അത്ഭുതങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ട കാര്യങ്ങൾ, അത് മുജിദത്ത് പെടാം, നാളെ പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ വരാം. ഇതെല്ലാം കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രത്തിലെ ഏതെങ്കിലും തിയറിയുമായിട്ടോ പ്രതിഭാസവുമായിട്ടോ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതല്ലാതെ തന്നെ പഠിച്ചവന് സംഭവിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യുക. ഇസ്ലാമിലെയും ഖുറാനിലും പറയുന്ന എല്ലാ കാര്യവും ശാസ്ത്രത്തിന്റെ ഒരു വിശദീകരണം കൊണ്ട് ഉണ്ടായാലേ തൃപ്തികരമാവും എന്ന ഒരു ധാരണയും നമുക്ക് ഉണ്ടാവരുത്. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ അത്തരത്തിലുള്ള പറയാൻ പല ഉദ്ദേശിച്ചത്. വിശദീകരണങ്ങൾ വരാറുണ്ട്. അതിനെയും നമ്മൾ അങ്ങനെ എടുക്കരുത്. സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ സയൻസ് വെച്ച് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ് ഈ ഗൈബി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഗൈബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണല്ലോ. ആലമുൽ ഗൈബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണമാണല്ലോ പരലോകമൊക്കെ. അതിനെ നമുക്ക് സയൻസ് വെച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സയൻസ് വെച്ച് വിശദീകരിച്ചാലേ അത് എനിക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബോധ്യപ്പെടുള്ളൂ എന്ന് പറയണത്, അല്ലെങ്കിൽ ഒരാളത് സയൻസ് വെച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിലെന്തോ പ്രത്യേകത ഉണ്ടെന്ന് വിചാരിക്കണത് തന്നെ ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കറക്റ്റാണ് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി ഒന്നുകൂടി ഫീഡ്ബാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയോ. അസ്സലാമു അലൈക്കും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ഖുർആൻ പഠിക്കുന്നതിന്റെ ഒരു പാറ്റേൺ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ആദ്യം ഖുർആൻ പഠിക്കുകയും അല്ലെങ്കിൽ വിശ്വസിക്കുകയും ഖുർആൻ പഠിക്കുകയും പിന്നീട് ശാസ്ത്രത്തിലേക്ക് ഫിസിക്സും കെമിസ്ട്രിയും അടങ്ങുന്ന ശാസ്ത്രലോകത്തേക്ക് ആഴത്തിൽ പഠിക്കുകയും വീണ്ടും തുടർന്ന് ഖുർആൻ അത് പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഖുർആനിലെ പ്രതിപാദിച്ച പല വിഷയങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് ഇന്നത്തെ ക്ലാസ്സോട് കിട്ടിയത്. നിങ്ങൾക്ക് പറഞ്ഞു നമ്മള് പിന്നെ സ്റ്റാറിന്റെ വെളിച്ചം നമുക്ക് ഇപ്പൊ 440 ലൈറ്റേഴ്സ് ബാക്കിലുള്ളതാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പം ആക്ച്വലി കറന്റ് ഇപ്പൊ സ്റ്റാറിന്റെ ഡെത്ത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാ നേരം? ഓക്കെ, ഒരു സ്റ്റാറിന്റെ ഡെത്ത് നമുക്ക് വേണമെങ്കിൽ എവല്യൂഷൻ ഓഫ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വേറൊരു ടോപ്പിക് ആയിട്ട് തന്നെ വെക്കാം എന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നക്ഷത്രങ്ങളില് ഇത്തരം ഓരോന്നിനെയും ഡെപ്തിലേക്ക് നമ്മള് ഇൻഷാല്ലാ കുറച്ചുകൂടി ഡെപ്ത് അല്ല, നമ്മള് ഇത്ര ലൈറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് ആ വെളിച്ചം ഇപ്പം വരുന്നു എന്ന് പറഞ്ഞു. ക്ലാസ് പറഞ്ഞത് എത്രയോ വർഷം മുന്നേയുള്ള വെളിച്ചാണ് വരുന്നത്. പക്ഷെ അത്രയോ ലൈറ്റേഴ്സിന്റെ അപ്പുറത്തുള്ള സ്റ്റാറിന്റെ ഡെത്ത് നമ്മൾക്ക് ഇപ്പം കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആക്ച്വലി അത് കാണാൻ കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടില്ല നമ്മള് കാണേണ്ടത്. ചോദ്യം മനസ്സിലായി. ഇപ്പൊ സൂര്യൻ ഈ നിമിഷം ഇല്ലാണ്ടായി പോയാൽ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഭൂമിയിൽ അറിയുള്ളൂ. സൂര്യൻ ഇപ്പൊ ഈ നിമിഷം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ 8 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് അറിയുള്ളൂ. ഇപ്പൊ നമ്മൾ നക്ഷത്രങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ അവിടുന്ന് വരുന്ന ലൈറ്റ് ഇവിടെ എത്തണം. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്ന നക്ഷത്രങ്ങള് വർഷങ്ങൾക്ക് മുന്നേ നശിച്ചു പോയത് നമ്മളിപ്പം പ്രസന്റ് ആയിട്ട് കാണാം, സാധ്യത ഉണ്ട്. അപ്പൊ അല്ല, നമ്മളിപ്പോ ചിലപ്പോ ഡോക്ടർ കാണുന്നില്ല സ്റ്റാറിന്റെ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ ഡെത്ത് എന്ന് പറഞ്ഞാൽ കാണുന്നത് ചിലപ്പോൾ നമ്മൾ എത്രയോ ലൈറ്റേഴ്സ് ബാക്ക് നടന്ന സംഭവമായിരിക്കും നമ്മളിപ്പോ കാണുന്നുണ്ടാവുക. അതെ, ശരിയാണ്. അപ്പൊ സൂര്യൻ നമ്മ ഇപ്പോ അസ്തമിച്ചത് എന്ന് വെച്ചാൽ ആക്ച്വലി 8 മിനിറ്റ് മുമ്പ് അസ്തമിച്ചിട്ടുണ്ടാവും അല്ലെ? അതല്ല, സൂര്യന്റെ അസ്തമയം എന്ന് പറയുന്നത് ഭൂമിയുടെ കറക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂമി കറങ്ങുന്നത് കൊണ്ട് നമ്മൾക്ക് തോന്നുന്നതാണ് സൂര്യൻ അസ്തമിച്ചു എന്നുള്ളത്. അതിലും ചെറിയൊരു പ്രശ്നമുണ്ട്. അന്തരീക്ഷം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി സമയം നമുക്ക് ആകാശത്ത് ഉള്ളത് പോലെ നമ്മൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിന് ഈ പ്രകാശവർഷമായിട്ട് ബന്ധമല്ല, അല്ല പ്രകാശത്തിന് വേഗതയായിട്ട് ബന്ധമല്ല, അത് വേറെ പ്രതിഭാസമാണ്. ഈ പ്രകാശത്തിലെ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതില് ഈ ഹാംഫുൾ ആയിട്ടുള്ള ഈ എക്സ്റേ, മൈക്രോവേവ്, ഗാമ റേസ്, അതൊക്കെ ഈ പ്രകാശത്തിൽ അടങ്ങിയിട്ടുണ്ടല്ലോ. അത് ഈ ലിവിങ് സെൽസ്, നമ്മൾ അടക്കമുള്ള ലിവിങ് സെൽസിന് ഹാനികരമല്ലേ? അൾട്രാവയലറ്റ്, എക്സ്റേ, ഗാമാറേ ഇതൊക്കെ ഹാനികരാണ്. അത് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള നമ്മളെ കണ്ണിനാണ്. അൾട്രാവയലറ്റ് നേരിട്ട് കണ്ണ് പതിച്ചാൽ കണ്ണെന്നെ അടിച്ചു പോകും. എക്സ്റേ നേരിട്ട് കണ്ണ് അടിച്ചാൽ അടിച്ചു പോകും. പക്ഷെ ഈ ഒരു കേസില്
വിസിബിൾ ലൈറ്റ് തന്നെ ഹൈ ഇന്റൻസിറ്റിയിലാണ് നമ്മളെ കണ്ണിലേക്ക്, ലേസറിലേക്ക് നമ്മൾ ഡയറക്റ്റ് നോക്കി നമ്മളെ കണ്ണ് അടിച്ചു പോകും. പക്ഷേ ഒരു കേസിൽ ആനിമൽസും ബേർഡ്സും ഡിഫറെന്റ് ടൈപ്സ് അല്ലേ കാണുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെയാകില്ല? അപ്പൊ നമ്മൾ ഐക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടാണ്ടേ? അങ്ങനെയാണ് ചോദ്യം, മനസ്സിലായില്ല. അതായത് ഇപ്പം ബേർഡ്സ് കാണുന്നത് വേറെ കളറിലാണ്, വേറെ ഇതാണെന്ന്, ഇപ്പൊ സ്നേക്കിന്റെ വിഷൻ ഇങ്ങനെയാണെന്ന് പറയുന്നില്ലേ? അപ്പൊ ആ വിഷൻ എന്തുകൊണ്ട് അങ്ങനെ? അത് എനിക്ക് ലൈറ്റിന്റെ തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കില്ല സുബൈറിന് വെച്ചത്. വേറൊരു പ്രസന്റേഷൻ ആ വിഷയത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് നമ്മളുടെ കണ്ണിലുള്ള കോൺ കോശങ്ങളുമായിട്ട് റോഡ് കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് രാവിലെ സുഹൈറായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവൻ അതൊരു വേറൊരു പ്രസന്റേഷൻ തന്നെ അത് ഉണ്ടെന്ന് പറഞ്ഞു. വരുന്നുണ്ട്. അത് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിനാണ് അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ എങ്ങനെ ഒരു വസ്തുവിനെ കാണുന്നു, ഒരു കളർ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന്റെ ബയോളജി വിശദീകരിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഫിലോസഫിയും ഇപ്രാവശ്യം അതിന്റെ സയൻസ് ആയിരുന്നു. ഇനി അതിന്റെ ബയോളജിയും കൂടി ശരിക്കും ഉണ്ട്. ഈ ഗ്രഹണ സമയത്തെ ഉം. ഗ്രഹണ സമയത്ത് ഈ നേക്കഡ് ഐ കൊണ്ട് നോക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടല്ലോ. ആ അത് ഈ ഹാംഫുൾ ആയിട്ടുള്ള ഈ പറഞ്ഞ റേസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ടാണോ? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഗ്രഹണ സമയത്ത് പെട്ടെന്ന് പ്രകാശം കുറയുന്നത് കൊണ്ട് നമ്മളെ കണ്ണ് നന്നായിട്ട് വികസിച്ച് നിൽക്കും. ഉം. ആ ഒരു സെക്കൻഡ്, സ്പ്ലിറ്റ് സെക്കൻഡ് കഴിയുന്നതോട് കൂടി സൂര്യൻ അങ്ങോട്ട് മാറുമ്പോൾ എല്ലാ പ്രകാശം കൂടി വരുമ്പോൾ നമ്മള് സാധാരണ പെട്ടെന്ന് കണ്ണില് കണ്ണട പരിശോധിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ കണ്ണിൽ മരുന്നിട്ടിക്കുമ്പോഴേ അത് കഴിഞ്ഞ് ഉം. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് തീവ്രമായ പ്രകാശം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. ആ ഒരു സമയത്ത് മൊത്തം പ്രകാശം കൂടി നമ്മളെ കണ്ണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. പിന്നെ അതിന് എന്തോ ഒരു വൈദ്യുതകാന്തിക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. ഇതിൽ ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ നോർമൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു സൂര്യനെ നോക്കുന്നില്ല. സൂര്യന് അതെ. ഏത് സമയത്തും ഇതൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷെ നോർമൽ നമ്മളെ അതിന്റെ ആ ഒരു ലൈറ്റിന്റെ പവർ കൊണ്ട് നമ്മൾ നോക്കാറില്ല. നോക്കിയാൽ തന്നെ നമ്മൾ അത് കണ്ണിമ്പി പോവും, നോക്കാറില്ല. പക്ഷെ ഗ്രഹണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റിന്റെ പവർ കുറയുന്ന സമയത്ത് നമ്മൾ നോക്കി പോവുകയും യഥാർത്ഥത്തിൽ നേരത്തെ അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കണ്ണിലേക്ക് പതിയും ചെയ്യുമ്പോൾ അത് അപകടമാണ്. അല്ലാതെ ഗ്രഹണ സമയത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടുന്ന് പ്രത്യേകിച്ച് വികിരണങ്ങൾ സൂര്യവികിരണങ്ങളൊന്നും വന്നുകൊണ്ടല്ല. വരുന്നില്ല. ഇത് അത് കുറച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും അതിനിടയിൽ വരുന്ന അഡീഷണൽ എനർജി ഡിഫ്രാക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഗ്രഹണം എന്ന് പറയുന്നത്. അതിന് സൂര്യന്റെ ഡയറക്റ്റ് ലൈറ്റുമായിട്ട് അതിന് ബന്ധമല്ല. ഈ ഗ്രഹണ സമയത്തെ പ്രവാചകന് പെട്ടെന്ന് പള്ളിയിലേക്ക് ഓടിക്കേറി നമസ്കരിക്കുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും അഡീഷണൽ എനർജി ആ സമയത്ത് വരുന്നുണ്ടോ സൂര്യനിൽ നിന്ന്? ഇല്ല, അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പിന്നെ പ്രപഞ്ചത്തിലെ ഓരോരോ സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ പറയുന്ന പ്രോസസ്സൊക്കെ, ഗ്രഹണം പോലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പടച്ചവന്റെ സൃഷ്ടി വൈഭവം എത്രത്തോളം കൃത്യമാണ് എന്നതിലേക്കുള്ള കുറെ സൂചനകളാണ് ഓരോ ഗ്രഹണങ്ങൾ നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ്. അപ്പൊ ഈ ഒരു അടയാളം നമുക്ക് കാണുന്ന സമയത്ത് അതിൽ പടച്ചവന് സ്തുതികൾ അർപ്പിച്ചിട്ട് എന്ത് ചെയ്യാം, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനുള്ള അവസരമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അതേ സമയത്ത് ഗ്രഹണങ്ങളെ കുറിച്ച്, ഗ്രഹണ സമയത്ത് ഇന്നത് പാടില്ല പോലുള്ള ഒരുപാട് നിയന്ത്രണങ്ങളുള്ള പല സമൂഹങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സംഗതിയും ഇസ്ലാം പറയുന്നില്ല. ഭക്ഷണം കഴിക്കരുത്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് പല തിയറികളിലും. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ആകെ ആ ഗ്രഹണങ്ങളുടെയും ആ സംവിധാനങ്ങളുടെയും നാഥനെ നമ്മൾ സ്തുതിക്കുന്നു എന്നത് മാത്രമാണ് അതിൽ വരുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഓക്കെ, ഇനി നിങ്ങളുടെ ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയും. ഇനി ചോദ്യത്തിലേക്ക് പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് എന്തൊക്കെയാണ് ഇൻസൈറ്റ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കത് ഒന്ന് ക്ലിയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ? കേൾക്കാം. ഇന്ന് സാധാരണ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച് ഡിഗ്രി ചെയ്ത് അതല്ലാത്തൊരു മേഖലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇത് ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇപ്പോ എന്താണ് അതുകൊണ്ട് ഉപകാരം എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അപ്പോ ഇതുപോലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് സത്യത്തില്
അതായത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ തദബ്ബുർ ചെയ്യാനും തഅക്കിലൂനും ഒക്കെ പറയുന്ന സംഭവങ്ങൾ ഇതിലൂടെയാണ് വരുന്നത് എന്ന് ഈ ക്ലാസ്സിലൂടെ ബോധ്യപ്പെട്ടു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെയാണ് ഭയങ്കരമായി ബോധ്യപ്പെട്ടു. രണ്ടാമത് നമ്മൾ കണ്ണിന്റെ പരിമിതികൾ കുറെ പറയാറുണ്ട്. മനുഷ്യന്റെ കണ്ണിന്റെ പരിമിതികളെ കുറിച്ച് വല്ലാതെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ കണ്ണിന്റെ പരിമിതികൾ നമ്മുടെ ശരിക്കും ഉൾക്കാഴ്ചയിൽ ഉള്ള ഉൾക്കാഴ്ചക്ക് പരിമിതികളില്ല എന്നും ഈ ക്ലാസ്സിലൂടെ ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ ഈ ക്ലാസ് വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും? ഇന്നത്തെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ കയറുന്നത്. ഇന്നത്തെ ഇൻസ്റ്റന്റ് ക്വിസ് മുതൽ ഇപ്പോഴുള്ള സെഷൻ എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നല്ല എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. അൽഹംദുലില്ലാ. യെസ്, ഓക്കെ. പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒരു ആയത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇനി ചോദ്യത്തിന് സമയമില്ല, ജസ്റ്റ് ഒന്ന് ഓക്കെ. ചോദിച്ചോളൂ, അല്ല അടുത്തേക്ക് മാറാം. ജസ്റ്റ് ഒന്ന് നമ്മളെ ഈ ചോദിച്ചോളൂ, പെട്ടെന്ന് പറയാൻ സുനാമി പറ്റില്ല. പോലത്തെ സുനാമി ഒക്കെ മറ്റൊരു വരുമ്പോഴേ വിഷയത്തിലേക്കാണ് ഇപ്പൊ വേണ്ട. വേണ്ട. ഓക്കെ, നമ്മൾ മറ്റു സമയത്തേക്ക് ആക്കാം, കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എവിടെ എത്തൂല ചിലപ്പോൾ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഒരു ജസ്റ്റ് ഒരു കമന്റ് പറയാൻ വേണ്ടിട്ട് ഓക്കെ, പറഞ്ഞോളൂ. ഇൻഫോർമേറ്റീവ് ആയിരുന്നു തുടക്കം മുതൽ. സ്റ്റാർട്ടിങ് കുറച്ചൊന്ന് മിസ്സായി, ബട്ട് ഫസ്റ്റ് ഡേ ആണ് ലൈവ് ജോയിൻ ചെയ്തത്. അത് ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളെ പേരൊന്ന് പറയോ? എന്റെ പേര് ഷംസുദ്ദീൻ. നിങ്ങൾ നേരത്തെ ഏതോ ഒരു ആൻസർ പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാനപ്പോ ഇങ്ങനെ ഒരു കമന്റ് കൂടെ ജസ്റ്റ് ഒന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഇപ്പൊ എക്ലിപ്സ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ നോക്കുന്നത്, അതേപോലെ ഒരു വിഷയം റീസെന്റ് ആയിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ ക്ലൗഡി ഡേയ്സിൽ UV ഇൻഡെക്സ് കുറയുന്നില്ല എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ക്ലൗഡി ഡേയ്സിൽ ക്ലൗഡ് ഉണ്ട്, നമുക്ക് താഴെ ലൈറ്റ് കാര്യമായിട്ടൊന്നും വരുന്നില്ലെങ്കിലും, പക്ഷെ UV ഇൻഡെക്സ് കുറയുന്നില്ല. അത് ഈ എക്ലിപ്സിന്റെ അത്രത്തോളം റിസ്ക് ഇല്ലെങ്കിലും നമ്മൾ ഡയറക്റ്റ് സ്കൈയിലേക്ക് നോക്കുന്നത് റിസ്കി ആണെന്നുള്ള ഒരു റീസെന്റ് ആയിട്ട് കണ്ടൊരു ഇൻഫർമേഷൻ, അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടോ അസിൽ? UV ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇങ്ങോട്ട് വരുന്ന അൾട്രാ വയലറ്റ് ആണ്. അത് ക്ലൗഡ് ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല എന്നാണോ? അതും ക്ലൗഡുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് കാരണം ക്ലൗഡിന്റെ ഉള്ളിലൂടെ ഒക്കെ വരും. ഹൈ അപ്പൊ എനർജി അതാണ് എസ്പെഷ്യലി നമ്മുടെ UAE-യിലും ഈ ഗൾഫ് രാജ്യങ്ങളിലും ഈ സമ്മറിൽ ഭയങ്കര ഇന്റൻസീവ് UV ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എന്തെങ്കിലും ക്ലൗഡി ഡേയ്സ് വരികയാണെങ്കിൽ അത് കുറയുന്നില്ല എന്ന് കരുതി സേഫ് ആണെന്ന് കരുതുന്നത്. നല്ലൊരു ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്ത്. ഞാൻ അത് സാധാരണ നമ്മളുടെ സൺബേൺ അല്ലേ അത് കാരണമാകാം. UV സൺബേൺ, പിന്നെ കണ്ണിന്റെ പ്രശ്നങ്ങൾ ഒക്കെ ഈ UV ഡയറക്റ്റ് കണ്ണിന് എക്സ്പോസ് ചെയ്യുന്നതും ഇതൊക്കെ വിഷയമാണുള്ളത്. ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ വയലറ്റ് കളറല്ലേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് കടലിന്റെ അടിത്തട്ടിലെ ബ്ലൂ കളറായത്? അത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചുകൂടി സെൻസിറ്റീവ് ആണ് നമ്മളെ കണ്ണ് വയലറ്റ് ഗ്രീന് മിഡിലുള്ള സ്പെക്ട്രത്തിനോട്. അതുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് വയലറ്റ് ആണെങ്കിലും നമ്മൾക്കത് കുറച്ചുകൂടി നമ്മളെ കണ്ണ് ഇതിനെല്ലാം ഒരേ അളവിലല്ല റിസീവ് ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ചുകൂടി നമുക്ക് ബ്ലൂ ലൈറ്റ്, നമ്മളെ കണ്ണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഗ്രീൻ കളറിനാണ്, പിന്നെ ബ്ലൂവും റെഡും ആണ്. അതുകൊണ്ടാണ് അത് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് കാണാൻ പറ്റുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ മൂന്നും ചേർന്നിട്ട് നമ്മളൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇൻഡിഗോ എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു അത് ഓക്കെ, പിന്നെ എപ്പോഴും പറയാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ ബാക്കി എല്ലാവരും ഗ്രൂപ്പിൽ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം. ലാസ്റ്റ് ഒരു ആയത്തും കൂടി ഷെയർ ചെയ്തിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സുഹൃത്ത് ഫുസ്സിലത്തിലെ
53-ാമത്തെ ആയത്ത്. ഇപ്പൊ നമ്മളിതൊക്കെ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ആയത്ത് സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അംഫുസിഹിം. അതായത് അള്ളാഹു ദൃഷ്ടാന്തങ്ങളെ, ആയാത്തുകളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? ഫിൽ ആഫാഖി. ആഫാഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളങ്ങളിൽ നിന്നാണ്. ചക്രവാളങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ എണ്ണം കാഴ്ചക്കപ്പുറത്ത് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി പ്രപഞ്ചത്തിൽ കാണുന്ന വിശാലമായിട്ടുള്ള ആ ലോകത്തിനാണ് ആഫാക്ക് എന്ന് പറയാ. അപ്പൊ അതായത് ചുറ്റുപാടും ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൽ പ്രകാശത്തിന്റെ വർണ്ണ വൈവിധ്യങ്ങൾ കൂടിയാണ് ആ ആഫാക്കിൽ നമ്മൾ സ്ഥിരമായിട്ട് നേരെ കാണുന്നത്. അതായത് വ്യത്യസ്ത കളർ കോമ്പിനേഷനുകൾ നമ്മൾ കാണും. പല സമയത്തും പല ആകാശ നീല കാണാം, കുറച്ചുകൂടി കഴിഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞാൽ അത് റെഡിഷിലേക്ക് മാറുന്ന കാണാം, വീണ്ടും അത് ചിലപ്പോൾ സമയത്ത് ഡാർക്കിലേക്ക് പോകുന്ന കാണാം, ക്ലൗഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വൈറ്റ് കാണാം. ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കളറുകളുടെ ഒരു സെൻസിറ്റി, കളറുടെ തന്നെ ഒരു വൈവിധ്യമാർന്നിട്ടുള്ള ഒരു പ്രപഞ്ചം, അതിനെ മനോഹരമാക്കുന്ന മഴവില്ല് കാണാം. അതുപോലെ തന്നെ ധ്രുവദീപ്തിയുടെ ആഫാക്കിലേക്ക് നോക്കുമ്പോൾ വർണ്ണപ്രപഞ്ചങ്ങളുടെ ആ വർണ്ണരാജി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സത്യത്തിൽ ചുറ്റും കാണുന്ന ഈ ആഫാക്ക് എന്ന് പറയുന്നത് ഒരു വർണ്ണപ്രപഞ്ചം തന്നെയാണ്. അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ആയത്തുകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വർണ്ണവൈവിധ്യങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ഭാഷകളെ പോലെ തന്നെ ഭാഷയും വർണ്ണങ്ങളുടെ വൈവിധ്യവും എന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ നമ്മളുടെ ഈ ഒരു അന്വേഷണങ്ങൾ, ചിന്തകൾ, പഠനങ്ങൾ, യാത്രകളൊക്കെ ഈ അർത്ഥത്തിൽ നമ്മുടെ ആ ഓരോ ചിന്തകളും നമുക്ക് സൃഷ്ടാവിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആഫാക്കുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം പറയുന്നത്. ആഫാക്കിൽ മാത്രമല്ല, സനുരീഹിം, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാക്കി, ചക്രവാളങ്ങളിൽ, വഫി അംഫുസിഹിം, നിങ്ങളിൽ തന്നെയും, യതബയ്യന ലഹും അന്നഹുൽ ഹക്ക്, യഥാർത്ഥ ട്രൂത്ത്, യഥാർത്ഥ സത്യം ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ചക്രവാളങ്ങളിലും നിങ്ങളിൽ തന്നെയുമുള്ള ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത്. ആ അർത്ഥത്തിൽ ചുറ്റുപാടുമുള്ള ദൃഷ്ടാന്തങ്ങളെ, നമ്മളിൽ തന്നെയുള്ള ദൃഷ്ടാന്തങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു സംഗതി നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഉണ്ടാകുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. ഗുഡ് ബൈ. ഗുഡ് നൈറ്റ്.